ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ചിന്റെ പേരാണ് ഡ്രോ ദ മൂവി നെയിം ചലഞ്ച്. ഓക്കെ, അപ്പൊ ഈ റൂൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദംഷദാസിന്റെ വേറൊരു വേർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 ടീം മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ടീമിൽ റിച്ചും ഫിക്രും ആണ്, വേറൊരു ടീമിൽ ഞാനും വിനീഷ് കാക്കയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിൽ ഒരാൾ ഇതിൽ നിന്നൊരു ഇതെടുക്കും, പേപ്പർ എടുക്കും, അതിലൊരു മൂവി നെയിം ഉണ്ടാവും. ആ മൂവി നെയിം നമ്മുടെ ടീമിലുള്ള ആൾക്ക് നമ്മൾ പറയിപ്പിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ആൽഫബറ്റ്സോ ഡ്രോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഇവിടെ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ അങ്ങനെയൊന്നും യൂസ് ആയത് ഒൺലി ജസ്റ്റ് പിക്ചേഴ്സ് വെച്ച് മാത്രം നമ്മളത് ഡ്രോ ചെയ്ത് നമ്മുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് പറയിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. പിന്നെ ഈ ചലഞ്ചിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം ജസ്റ്റ് 2 മിനിറ്റ്സ് മാത്രമാണ്. ഈ ഒരു ടൈമിനുള്ളിൽ അത് ചെയ്യിക്കണം. ഇപ്പൊ ഇൻ കേസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തു, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്ക് പറയാൻ പറ്റിയില്ല, വേണമെങ്കിൽ നിങ്ങളുടെ ടീമിന് അത് ഗസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യില്ലേ? സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്ഥിരം പരിപാടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കണ്ടോണ്ടിരിക്കണല്ലേ, അപ്പൊ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്തു. അതെ, സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഇവരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതെടുക്കുന്നത് ഫിക്രു ആണ് ഇത് വരച്ചിട്ട് റിച്ചുക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഞാനാണ് പറയേണ്ടത്. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അങ്ങനെ ഫിക്രുടെ പേപ്പർ എടുക്കാൻ പോവാണ്. എന്റെ കണ്ണടച്ചൊന്നും എടുക്കണ്ട, അത്രക്കൊന്നും ഇല്ല. ആരെ കാണിക്കല്ലേട്ടാ, ആ സൈഡിൽ കൂടെ നോക്കിക്കോ. പിടിച്ചോ, നോക്കിയാ വായിക്കാൻ പറ്റണില്ലേ? വായിക്കാൻ ഇംഗ്ലീഷ് അങ്ങനൊന്നും പറയില്ലേ? നെഗറ്റീവ് മാർക്ക് നീ എന്താ ഇടക്കിടക്ക് നോക്കിയാ മതി പേപ്പറിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറയുമ്പോ ടൈമർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നടക്കണോണ്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 2 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ടൈമിങ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. മാപ്പാണോ? കേരള മാപ്പാണോ? മാപ്പ് കേരള വെച്ച് പറഞ്ഞു. കേരള ഭൂമിയാണോ? കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. കേരള മാപ്പൊക്കെ വരച്ചത് കണ്ടോ നിങ്ങള്? ഒരു പോയിന്റ് ഇവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. അതാണ് 2 മിനിറ്റ് ഉള്ളത്. വെറും ടൈം അത് കുറച്ച് ഈസി ആയിട്ട് തോന്നി. ഒരു ഈസിയുമില്ല, ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്തായാലും കുഴപ്പമില്ല, അവർക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വെൽ പ്ലേഡ്. ഇനി ഞങ്ങളാണ് നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. വെൽ പ്ലേഡ് ആവുന്നു നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിയേക്കാണ്. അടുത്തിട്ടാണ് ഇവരുടെയാണ്. ബിനീഷ് കാക്കല്ലേ വരക്കാം? ബിനീഷ് കാക്ക വരക്കും. ഓൾ ദ ബെസ്റ്റ്. ബിനീഷ് കാക്ക വരക്കും. ചിപ്പു അത് പറയണം. തോൽവി എന്റെ വിജയത്തിലേക്കുള്ള ഒരു പടികളാണ്. ഞങ്ങൾ തോറ്റാണ്. ആ സൈഡിൽ പോയി നോക്കാം കിട്ടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ച് ഈ പൊട്ടൻ ശരിയാക്കൂലെന്ന്. പക്ഷെ ആ പൊട്ടൻ കറക്റ്റ് ചെയ്തല്ലോ. എന്താണ് ഓക്കെ ആണോ? കക ബോർഡ് മറിച്ചിക്കല്ലേ കാണണം. അത് കക അപ്പുറ സൈഡിൽ നിൽക്കണം, അവിടെ നിൽക്കുക, അതാണ് നല്ലത്. ആ, ഞാൻ ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ? റെഡി, 1 2 3 സ്റ്റാർട്ട്. കക ടൈമർ സ്റ്റാർട്ട് ചെയ്തു. സർപ്രൈസാ. കക വായിക്കാനൊന്നും ടൈമില്ലട്ടോ. ഇക്കക വായിച്ചൊന്നും വരച്ചു പഠിക്കാൻ തോന്നുന്നു. ഇക്കക വരച്ചു പഠിക്കാൻ സമയം വേണ്ട വരക്കാൻ. ചിപ്പു ലാസ്റ്റ് സെക്കൻഡിൽ പറയും. അതെ, ചിപ്പുന് മിക്കപ്പോഴും അങ്ങനെ. ഇതെന്താണ് കുട്ടികളെ വരയ്ക്കുന്നുണ്ട്. കുട്ടികൾ ഒരുപാടുണ്ട്. ഒരു തള്ളക്കൊച്ചും ഒരു ആണും പെണ്ണോ? കല്യാണം അവരുടെ ഹസ്ബൻഡ് വൈഫ് ഫ്രണ്ട്സ്.
കാലില്ലാത്ത കുട്ടികൾ. കാക്ക 4 ഫ്രണ്ട്സ് കാണിച്ചു കൊടുക്ക്, വീഡിയോ കാണിച്ചു കൊടുക്ക്. കാക്ക ഇത് കാക്ക കാണിച്ചിട്ടാ. ഇത് മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ വേറെ വാക്കണോ? ശ്രദ്ധിച്ചേക്കട്ടോ, ഇന്നത്തെ കാലഘട്ടോ നമ്മളാ 4 ഫ്രണ്ട്സ്. കാക്ക വേറെ തീരുമാനിച്ചേ. കാക്ക ആലോചിച്ച് കഴിയുമ്പോ 2 മിനിറ്റ് സമയം ഇതാ. മിനിക്കുട്ടി ഓടി ഓടിപ്പോന്ന് 1 മിനിറ്റ് കഴിഞ്ഞ്. മിനിക്കുട്ടി പപ്പായുള്ളത് മണിക്കുട്ടി അമ്മ മിനിക്കുട്ടി ആക്കിയിട്ടുണ്ട്. പപ്പായ അല്ലെങ്കിൽ ഒരു ഊമയാണ്. പ്രകൃതി പോലും നമുക്ക് എതിരാണ്. ഇടിമിന്നലൊക്കെ വന്നെ വേഗം മിക്കാറും തോക്കും. 4 മനുഷ്യന്മാരെ വെച്ചിട്ടുണ്ട്. 4 മനുഷ്യന്മാരാണത്. ചിപ്പു ജയിച്ച ചരിത്രമില്ല ഒരു വീഡിയോ. അതാണ് 5 പേര്. ഈ പൊട്ടനെ വരാണ്ടില്ല. ഇതൊക്കെ എങ്ങനെ 5-6 പേര് വരച്ച് വെച്ചിട്ട് എന്നോട് എനിക്ക് മനസ്സിലാവണം. കുട്ടികളെ വരച്ച് വെച്ചിട്ടുണ്ട്. കള്ള കൊച്ചു കയ്യാണൊക്കെ വരക്കണത്. ലിറ്റിൽ ഹെഡ്സ് ആണ് ഉദ്ദേശിച്ചത്. കയ്യാണത്. ഹാൻഡ് ഷേക്കാ, ഫിംഗർ പ്രിന്റിംഗ്. ടൈം ഓവർ ആയിരിക്കുന്നു. ഓക്കെ, ബൈ ഗൈസ്. ഇനി പറയരുത്. നമുക്കൊരു ചാൻസ് ഉണ്ട് പറയാൻ. നമുക്കൊരു ചാൻസ് ഉണ്ട് പറയാൻ. ഇനി പറയട്ടെ. ഹസ്ബൻഡ് സിംഗോ, ഹസ്ബൻഡ് സിംഗോ 3 ചാൻസ് ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക്. 5-ാം പാതിര, 6-ാം പാതിര. മലയാളി മാമന് വണക്കം. മലയാളി മാമന് വണക്കം. ബുദ്ധിയല്ല, കേരളം വണക്കം. എന്തൊക്കെ ഇങ്ങനെ വരക്കണ ആള് മറ്റേ UDFന്റെ കൈപ്പറ്റിയൊക്കെ വരച്ചു വെച്ചാ ഞാൻ എങ്ങനെ മനസ്സിലാക്കാം? മലയാളി എങ്ങനെ ശ്രദ്ധിക്കൂ, 6 മലയാളികളാണ്. ഇത് മലയാളികളാണ്, ഇംഗ്ലീഷുകാരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് റൗണ്ടിൽ ഇവർക്ക് 1 പോയിന്റ്, നമുക്ക് 0 പോയിന്റ്സ് ആണ്. അത് 0 എന്ന് പറയുമ്പോഴായിരിക്കും മനസ്സിലാവും. ഇനിയിപ്പം കൂടുതൽ വേണ്ട, പൊലിപ്പിക്കണ്ട. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാം. സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് റിച്ചു ആണ്. അപ്പൊ എന്തായാലും റിച്ചു, നമുക്ക് ഞാനാണ് വരക്കാൻ പോകുന്നത്. മാറി നോക്കി ഭയങ്കര ജാടയാണ്. ഒരു പേര് കിട്ടി. മോത്തന്നെ ഉണ്ടില്ലേ ധന്യ ജാട. നീ അവിടെ ചെല്ലേക്ക്. ഇതിപ്പോ എനിക്ക് വരക്കാൻ അറിഞ്ഞാൽ തന്നെ ഇക്കറ് പറയൂല. കാരണം ഞാൻ തന്നെ ഈ പടം കാണുന്നത്. നന്നായി, അത് നന്നായി. നിങ്ങളും പറയൂല. അപ്പൊ ചാൻസ് പോയിട്ട് അപ്പൊ എന്തായാലും പൊട്ടി. ഇതേത് പാടാ ഇത്? ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ തമിഴാണോ? ഏത് നൂറ്റാണ്ടിലെ പടം? ഓൾറെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്തോട്ടെ. കുമ്പട്ടിങ്ങാണോ? പല്ല്. പപ്പൂസാണോ? പല്ലപ്പസ എന്തായാലും ചാൻസ് ഓർമ്മ. എനിക്ക് ഒട്ടും ചാൻസ് കിട്ടില്ല. പല്ല് എത്ര അക്ഷരമുണ്ട്? അത് പടം കിട്ടും. ഇത് ആർക്കും അറിയാത്തൊരു പുതിയ പടമാണോ? അങ്ങനെ ചെയ്യരുത്. ഒള്ളി ആക്ഷൻ. 2 വേർഡ്സ് അങ്ങനൊന്നും പറയരുത് കേട്ടാ. നിങ്ങൾക്ക് പല്ല്. പാലേരി മണിക്കും അങ്ങനെയല്ലോ. പാതിര കൊലപാതകം. 1 മിനിറ്റ്. പുത്രൻ, പത്രൂസ്, മന്നപത്രം. എന്തായാലും കിട്ടൂലെന്ന്. ഒന്നുമില്ല. ഇത് ഞാൻ വരച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല.
എന്തെങ്കിലും ഒന്ന് കാണിച്ചാ. പടം പുതിയ പടമാണോ? സന്തോഷമായി. പഴയ പടമാണോ? പുതിയത് നല്ല പഴയത്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാലോ. അപ്പൊ എന്തായാലും ചാൻസ് കുറവാ. പഴയവിടെ നീക്കോട്ട് ചാൻസ് ഇല്ല. ഇത് മിക്കാറും പോവും. ട്രൈ ചെയ്യ്. ട്രൈ ചെയ്യ്. എന്താണ് വടക്കോട്ട് വടക്കോട്ട് തിക്കോട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ടൈം കഴിഞ്ഞു. കിട്ടൂല, എന്തായാലും കിട്ടൂല. മുയലിന്റെ പല്ല്, വീട്, വീട് തുറന്നു കൊടുക്കുമ്പോ ഓരോന്ന് കഥ പറയാനല്ല പറഞ്ഞ പടം. അതായത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പല്ലിന്റെ വീട് കല്യാണം. ഓക്കെ ഇനി കാണിച്ചോ, വേറെ വഴി കാണിക്കണ്ടേ? നമ്മ എന്തായാലും പറയൂല. പിന്നെ കാണിച്ചോ. സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് ചാൻസ് ഇല്ല. കാണിച്ചോ. ടീം പറഞ്ഞല്ലോ. അറിയുന്നുണ്ടെങ്കിൽ പറയാ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. അറിയുന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. കഥ ശരിക്കും പറഞ്ഞതാണ്. എനിക്ക് സത്യം അറിയില്ലാണ്ട് ഇത് ഏത് പടം. എന്തോന്നാലേ പല്ലവൂർ ദേവനാരായണൻ. ശരിക്കും പറഞ്ഞ ബിനീഷ് കാക്ക ഇതിൽ കുറച്ച് പറഞ്ഞു, പക്ഷെ കാക്ക ഒട്ടും കോൺഫിഡൻസ് ഇല്ല കറക്റ്റ് ആവോ. ഇല്ല. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ഞങ്ങൾ മൂഞ്ചി. ഇനി സെക്കൻഡ് റൗണ്ട് ഇവരാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല. അതെ, ചിപ്പ് ആണെങ്കിൽ വരക്കാൻ പോണ ബിനീഷ് കാക്ക പറയണം. ഓക്കെ. അപ്പൊ ഞാനൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. നോക്കരുത് കേട്ടോ. ഇവിടെ നോക്കും പള്ളി. മരം ഒരു മരം. മരം മഴ പോയി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പൊട്ടിയാണ് രണ്ടുപേർക്കും ബുദ്ധിയിലാണ് മനസ്സിലാക്കി. മയത്തുള്ളി കളിക്കും അല്ലേ? കുമ്പട്ടിയ തേങ്ങ മഴ വരച്ചിട്ട് കൂടിയില്ല. മരം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ. 1 minute left. മണിക്കുട്ടി ഓടി. കിട്ടുന്നില്ല. അതുകൊണ്ടോ കുറച്ച് പെടാപ്പാട് പെടുന്നുണ്ട്. ചിപ്പിനെ കൊണ്ടാവുന്ന രീതിയിൽ ചിപ്പ് വരക്കുന്നുണ്ട്. എന്തായാലും പറ്റിയതാ. എന്തായാലും സമയം കഴിയാറായി. നമുക്കൊരു ചാൻസ് ഉണ്ട്. വള്ളി മുല്ലവള്ളി തരുമ്പോ ഇതെന്താണ് മാവിന്റെ മാങ്ങ. അതെ, ഇത് തേങ്ങായിട്ട് കൂട്ടാ, കുമ്മട്ടിയായിട്ട് കൂട്ടാ. ആദ്യം വിചാരിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് തേർഡ് റൗണ്ട് ആണ്. അതില് ലാസ്റ്റ് റൗണ്ട് ആണ്. അതില് ഇവരാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരാ ചെയ്യുന്നത്? ഇക്രു വരക്കും, ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഫിക്രു എടുത്തോളൂ. ആകെ രണ്ടെണ്ണുള്ളൂ. അതിലിപ്പ ഇനി ഇത്ര പേർക്ക് എന്നാലും നമുക്കൊന്ന് നോക്കണമല്ലോ. റിച്ചുക്ക് നിർത്തിയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിക്കറിയാത്തൊരു പടമാണ്. എന്തായാലും ഞാൻ വരച്ചു നോക്കാം. മിണ്ടരുത്തിട്ടാ. അപ്പൊ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ബിങ്കോ കളിക്കാൻ പോണോ? കലണ്ടർ ആണോ? കലണ്ടർ ഡേറ്റ്, കല ഡേറ്റ്,
1 മുതൽ 31 വരെ. തിങ്കൾ മുതൽ വെള്ളി വരെ. യെസ്. രാത്രി ശനിയാഴ്ച. നമുക്ക് ഫാസ്റ്റ് ആയിരിക്കും ഇതൊക്കെ. വെറും 1 മിനിറ്റ് പോലെ തികക്കാണ്ട് 27 സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞു. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. തേർഡ് റൗണ്ടിൽ ഇവർക്ക് 1 പോയിന്റ്, അതായത് ഇവർക്ക് ടോട്ടൽ 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ ഡ്രോ ആകും. പറയട്ടെ നമ്മൾ ഡ്രോ ആവും. ഇൻ കേസ് നമ്മൾ തോറ്റാ ഇവരായിരിക്കും ഒബ്വിയസ്ലി ജയിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ ഒരു ഗെയിമിൽ ബിനീഷ് കാക്കയാണ് വരക്കാൻ പോകുന്നത്, ഞാനാണ് ഗസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. മലയാളി മാമന് വണക്കല്ലേ? മലയാളി മാമന് 6 മാമന്മാർക്കും വണക്കം. 6 മനുഷ്യന്മാര് മലയാളികളാണ് ഞാൻ നിഗമനം ചെയ്യണം. ഓക്കെ നോക്കാട്ടോ. വട്ടം ടൈമർ സ്റ്റാർട്ട് ചെയ്തോ. കക വരച്ച് കക ഇക്കാക അവിടെ ഭംഗിക്കൊക്കെ വരച്ച് തരുമ്പോ സമയം. ഇത് പണ്ട് നമുക്ക് അക്ഷരമാലയാണെന്ന് അറിയില്ല, മലയാളത്തിലെ ഇതെന്താണ് കക വരച്ച് എനിക്ക് മനസ്സിലായില്ല. പണ്ട് ഈസി ആയിട്ട് നമുക്ക് വരക്കാനൊക്കെ പഠിപ്പിച്ചില്ലേ ട്രിക്ക്, അതുപോലെ. മരം. ആ മരം വിട്ട് കളിയില്ലല്ലോ. സൂര്യനാണത്. അത് സൂര്യനാണോ? ഇത് മരമാണോ? മരം കറക്റ്റ് ആണോ? അല്ല ഇത് ഇന്നലെ ഞാൻ തന്നെ കയറിയാ മതിയായിരുന്നു. ഇക്കാക്ക് ഇപ്പൊ നമ്മളെ കാക്കൊന്ന് കോൺഫിഡൻസ് കളയരുത്. സൂര്യൻ. വട്ടം വരച്ചു പഠിക്കുകയാണ്. കാക്ക വെറുതെ ഒരു സർക്കിൾ വെറുതെ വരച്ചിട്ട് എന്നോട് പറയാൻ പറഞ്ഞ ഞാൻ എന്താ പറയാനാണ്? കാക്ക പറയും കാക്ക വായിച്ചു കളിക്കാണ്ട് കാക്ക എന്ത് വെച്ച് വട്ടം. 1 മിനിറ്റ് കഴിഞ്ഞോ? സർക്കിളാണോ? വെള്ളി നക്ഷത്രം. പിന്നെ നക്ഷത്രം വരക്കാൻ സുഖമല്ലേ കാക്കോ? കന്നഡ ഭാഷ വരച്ചിട്ടാ, കന്നഡ അക്ഷരം വരച്ചിട്ടുണ്ട്. ഇതെന്താ ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിക്ക് മനസ്സിലായി? തീർന്ന്. മല, സൂര്യൻ. ഉദ്ദേശിച്ചത് കാക്ക മലയിൽ ഇത് വരച്ച സൂര്യനാണെന്നില്ല വിചാരിക്കുള്ളൂ. പുള്ളി എന്താ അക്ഷരമാണ് വരക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും സമയം കഴിഞ്ഞു. നമ്മളിതിൽ വിജയിച്ചു. ഇനിയിപ്പോ എന്താ ഉദ്ദേശം എന്ന് പറയട്ടെ. പുള്ളി എന്താ ഉദ്ദേശിച്ചത്? സൂര്യനാരായണ വർമ്മ. എന്താ വരച്ചത്? ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക്. ചന്ദ്രനെ ഇത്ര വരച്ച സൂര്യനെ പേര് മാറ്റി പറഞ്ഞു. കാക്കാക്ക് ചന്ദ്രനെ വരക്കാനാണെങ്കിൽ ഇങ്ങനെ വരച്ചാണ്. ഇല്ല, ഹാഫ് ചന്ദ്രൻ വരച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇവരാണ് ജയിച്ചിരിക്കുന്നത്. അതെ, ആസ് യൂഷ്വൽ ഞാനുള്ള ടീം എപ്പോഴും തോറ്റു പോകാറുണ്ട്. തുടക്കത്തിലേ പറഞ്ഞു. അതെ മാറ്റ സമയം അതെ എനിക്ക് മനസ്സിലായില്ല കാക്ക, സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, തോറ്റുപോയി. അപ്പൊ എന്തായാലും എന്താ പറയാ, 3 പോയിന്റോടെ വിജയം കരസ്ഥമാക്കിയ. 3 പോയിന്റ് അല്ല, 2 പോയിന്റ് പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടല്ലേ? ശരി. അപ്പൊ ഇവർക്ക് 3 പോയിന്റ്. അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല. അന്ന് ഇവർക്ക് 3 പോയിന്റ്, ഞങ്ങൾക്ക് 1 പോയിന്റ്. അതെ, അഹങ്കാരം എനിക്ക്. അത് ശരിയാണ്ട, കുറച്ച് ചാട കൂടിയിട്ടുണ്ട്. വല്ലപ്പോഴും ജയിക്കുമ്പോൾ ഒരു അഹങ്കാരം. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരുടെ അടുത്തും ബൈ.